മറ്റൊരു വിവാദ സർക്കുലർ കൂടി ഇന്ന് ഗവർണറുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അത് സർവകലാശാലകളിൽ വിഭജന ഭീതി ദിനം ആചരിക്കണം എന്നുള്ളതാണ്. ആ സർക്കുലറിൽ പറയുന്നത് ഇന്ത്യ പാക് വിഭജനത്തിന്റെ പശ്ചാത്തലത്തിൽ വിഭജന ഭീതി ദിനം സംഘടിപ്പിക്കണം എന്നാണ് വൈസ് ചാൻസലർമാർക്കുള്ള നിർദ്ദേശം. ഗവർണറുടെ തീരുമാനത്തെ മന്ത്രി വി ശിവൻകുട്ടിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വിമർശിച്ചിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണനാണ് ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഉമേഷ്, കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു ദിനം ആചരിക്കുന്നുണ്ട് ഓഗസ്റ്റ് 14-ന്. 2021 മുതലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത്തരത്തിലേക്ക് ഇവിടെയും അത് വേണം എന്ന് പറയുകയാണ്. അത് ചാൻസലർ എന്ന നിലയ്ക്കുള്ള തീരുമാനമാണ്. വൈസ് ചാൻസലർമാർക്ക് ഇങ്ങനെ നിർദ്ദേശം അയച്ചിരിക്കുന്നു അല്ലേ? അതിൽ വലിയ വിമർശനവും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. തീർച്ചയായും അനുജ, 2021 പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരമാണ് രാജ്യത്ത് ഇത്തരമൊരു ദിനം, അതായത് വിഭജന ഭീതി ദിനം, അതായത് ഇന്ത്യ പാക് വിഭജന ദിനത്തെ വിഭജന ഭീതി ദിനമായി ആചരിക്കുകയും അതുമായി ബന്ധപ്പെട്ട സെമിനാറുകളും നാടകങ്ങളും മറ്റ് കലാപരിപാടികളും സംഘടിപ്പിക്കുക എന്നുള്ള ആഹ്വാനം പ്രധാനമന്ത്രി നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2024 അതായത് കഴിഞ്ഞ വർഷം UGC എല്ലാ സർവകലാശാലകൾക്കും ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ കേരളത്തിലെ ഒരു സർവകലാശാലകളും ഈ ദിനം ആചരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ഗവർണർ, ചാൻസലർ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് എല്ലാ സർവകലാശാലകൾക്കും 14 സർവകലാശാലകൾക്കും ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കണം. അതുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ സംഘടിപ്പിക്കണം. വിഭജനത്തോടനുബന്ധിച്ച് നടന്ന പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട ഭീതി ഉണ്ടായ കാര്യങ്ങളും അത് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള നാടകങ്ങളും മറ്റ് കലാപരിപാടികളും അവതരിപ്പിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ചാൻസലർ എന്ന നിലയ്ക്ക് ഗവർണർ നിർദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാ വൈസ് ചാൻസലർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി എന്തായാലും സർവകലാശാല വിഷയത്തിൽ സർക്കാർ ഗവർണർ പോര് തുടരുന്നുണ്ട്. വൈസ് ചാൻസലർ നിയോഗിച്ച താൽക്കാലിക VC-മാർ ചാൻസലർ നിയോഗിച്ച താൽക്കാലിക VC-മാർ ചാൻസലർ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി അനുസരിച്ച് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചാൻസലർ നിയോഗിച്ച വൈസ് ചാൻസലർമാർ ആ നിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറാകാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ സർവകലാശാലകൾ വീണ്ടും ഒരു വിവാദ കേന്ദ്രമായി മാറുകയും ചെയ്യും. 14-നാണ് ഈ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചിരിക്കുന്നത്. അതേസമയം കേരള സർവകലാശാലയിൽ രജിസ്ട്രാർ നൽകിയിരിക്കുന്ന ഹർജി നാളെ തീർപ്പാക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇങ്ങനെയെല്ലാം നിൽക്കുമ്പോൾ 14-ാം തീയതി വീണ്ടും ഒരു വിവാദത്തിന് കളമൊരുങ്ങുകയാണ്. എന്തായാലും ഇതിൽ ഇടത് അധ്യാപക സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഓഗസ്റ്റ് 14-ന് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വിഷയത്തിൽ പ്രതിപക്ഷം പറയുന്ന സർക്കാരിന്റെ ഒരു ഇടപെടൽ, മുഖ്യമന്ത്രിയുടെ ഇടപെടൽ തന്നെ ഈ വിഷയത്തിൽ വേണ്ടതുണ്ട്.